ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് കൂട്ടുകാരുടെയൊക്കെ വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുകയല്ലേ? ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. നിങ്ങളുടെ നാട്ടിലൊക്കെ മഴയാണോ അതോ വെയിലുണ്ടോ? ഇവിടെ ഇടയ്ക്കിടയ്ക്ക് മഴയും വെയിലും ഒക്കെയാണ് കേട്ടോ. ഒരു നിശ്ചിത കാലാവസ്ഥ പറയാനില്ല. ഇടയ്ക്ക് മഴയാണ് എങ്കിൽ ഇടയ്ക്ക് വെയിലും വരും. ഒരു ദിവസം തന്നെ 2-3 കാലാവസ്ഥയാണ് കാണിക്കുന്നത്. ഒക്കെ ഉണങ്ങാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് കേട്ടോ. നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ നോക്കാം. രാവിലെ തന്നെ കാക്കൂന് പോകാനുള്ളതുകൊണ്ട് ചോറും കറിയും ഒക്കെ ആയിട്ടുണ്ട്. ഇനി കാപ്പിയാണ് ഉണ്ടാക്കാനുള്ളത്. അത് കാക്കൂനെ പറഞ്ഞു വിട്ടതിന് ശേഷമാണ് കേട്ടോ കാപ്പി ഉണ്ടാക്കിയത്. കാക്കൂന് കാപ്പി കൊണ്ടുപോകണ്ട, അതുകൊണ്ട് തന്നെ എനിക്കും മക്കൾക്കും ഉള്ളത് ഉണ്ടാക്കിയാൽ മതി. ഉറട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് തന്നെ ഇവിടെ വെള്ളം വെട്ടി തിളച്ചപ്പോൾ അതിലേക്ക് ഉപ്പും ഇട്ട് ആവശ്യത്തിന് തേങ്ങ കൂടി ചിരണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് തിളച്ച് വന്നപ്പോൾ അല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കൊടുക്കണം. മാവിനൊന്ന് മയം കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു. അത് വിട്ടുപോയി. തേങ്ങയിട്ട ശേഷമാണ് കേട്ടോ ഞാനിവിടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തത്. ശേഷം തിളച്ചുകൊണ്ടിരിക്കുന്ന ആ വെള്ളത്തിലേക്ക് ആവശ്യത്തിന് മാവ് കൂടി ഇട്ടു നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാനാണ്. ചൂടോടുകൂടി തന്നെ കുഴച്ചെടുത്താൽ നന്നായിട്ട് മയം കിട്ടും കേട്ടോ. പക്ഷേ കൈയിട്ടിട്ട് കുഴച്ചെടുക്കാനായിട്ട് പറ്റിയില്ലെന്ന് തന്നെ പറയണം. നല്ല ചൂടാണ്, തിളച്ച ചൂടെന്ന് തന്നെ പറയാം. മാവൊന്ന് വാട്ടിയെടുത്ത് കഴിഞ്ഞ് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്തിട്ടില്ലായിരുന്നു. കൈയിട്ട് കുഴയ്ക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് ഒരു 5 മിനിറ്റോളം ഒന്ന് തണുക്കാനായിട്ട് വെച്ച് കേട്ടോ. അതിന് ശേഷമാണ് കൈക്ക് പിടിക്കാൻ പറ്റുന്ന ചൂടെന്ന് കണ്ടപ്പോഴാണ് ഒന്ന് ഇവിടെ നന്നായിട്ട് ഞെക്കി കുഴച്ചെടുക്കുന്നത്. നമ്മൾ കുഴയ്ക്കുന്ന പോലെ ഇരിക്കും കേട്ടോ മാവിന് മയം വരുന്നത്. നന്നായിട്ട് ഞെക്കി എടുത്ത് കുഴച്ചെടുക്കുകയാണെങ്കിൽ ആ ചൂടോടുകൂടി തന്നെ ചെയ്യണം. അപ്പോൾ നല്ല മയമായിരിക്കും ഉറട്ടിക്ക്. ഇനി ഇങ്ങനെ കുഴച്ചെടുത്ത ശേഷം അതിനെ ഇങ്ങനെ ചെറിയ ചെറിയ ബോളുകളായിട്ട് പിടിച്ച്, ചെറിയ ബോളല്ല, ഒരുവിധം വലിപ്പത്തിൽ ബോൾ എടുക്കണം. അങ്ങനെ താണ്ടി ഈ ഒരു വലിപ്പത്തിൽ ബാക്കിയുള്ള മാവ് ബോളായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി അതിനെ ഒന്ന് ചപ്പാത്തി പ്രസ് വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് ഉരട്ടി ചട്ടിയിലാണ് ഉരട്ടി ഉണ്ടാക്കേണ്ടത്. ഇവിടെ എനിക്ക് ഉരട്ടി ചട്ടിയില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ സാധനവും ഞാൻ ദോശക്കല്ലിലാണ് ഉണ്ടാക്കുന്നത്. ദോശക്കല്ല് ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കാണിച്ചില്ലേ, അടിയിൽ പിടിക്കുവാണെങ്കിൽ ഒരു മുട്ടയൊന്ന് ചിക്കി എടുത്താൽ മതി. അല്ലാതെ ദോശക്കല്ല് കൊണ്ട് എന്നും ഉപയോഗിക്കുന്ന ദോശക്കല്ലാകുമ്പോഴത്തേന് അടിയിൽ പിടിക്കുകയോ പ്രശ്നങ്ങളോ ഒന്നുമില്ല കേട്ടോ. അട ഉരട്ടിയൊക്കെ ചുടുമ്പോൾ ഒരു വ്യത്യാസം കാണിക്കും. എങ്കിലും ഒരു മുട്ട അങ്ങോട്ട് ഉടച്ചൊഴിച്ച് കൊടുക്കുമ്പോഴത്തേന് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കിട്ടും. അതുകൊണ്ട് തന്നെ അത് ഉരട്ടിച്ചട്ടി ഇല്ലാത്തത് കൊണ്ട് ദോശക്കല്ലിലാണ് ഉരട്ടി ചുട്ടെടുക്കുന്നത്. മറിച്ച് തിരിച്ചു വിട്ട് 2 സൈഡൊന്ന് വേവിച്ചെടുക്കണം. എന്നാലേ ഉരട്ടിക്ക് പാകമായിട്ടുള്ള ഒരിത് കിട്ടത്തുള്ളൂ. ഇച്ചിരി കൂടെ കട്ടിക്ക് വേണം കേട്ടോ മാവൊന്ന് പരത്തിയെടുക്കാനായിട്ട്. ഇവിടെ നല്ല കട്ടിക്ക് കിട്ടിയില്ല. അതിന് കാരണം ഞാൻ കാണിച്ചു തരാം. ഉരട്ടി ഉണ്ടാക്കാൻ പലകയൊക്കെ ഉണ്ട് കേട്ടോ. ഉരട്ടി പലകയെ വെച്ച് പരത്തിയെടുക്കുകയാണെങ്കിൽ കറക്റ്റ് കട്ടിക്കൊക്കെ കിട്ടുകയുള്ളൂ. അപ്പം കറക്റ്റ് ഉരട്ടിയുടെ പരുവത്തിൽ കിട്ടും. പക്ഷെ നമുക്ക് ഉരട്ടി പലകയൊന്നുമില്ല. പണ്ടൊക്കെ വീട്ടിലുണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് ഉരട്ടി പലകയൊന്നുമില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ചപ്പാത്തി പ്രസ് വെച്ചിട്ട് ഞെക്കി ദോശക്കല്ലിൽ ചുട്ടെടുക്കുന്നത്. ടേസ്റ്റ് ഒരുപോലെ തന്നെയുള്ളൂ. പിന്നെ ചട്ടി ചുട്ടെടുക്കുമ്പം വേറൊരു കുറച്ചുകൂടി ഒന്ന് നല്ല ടേസ്റ്റ് ആയിരിക്കും എന്ന് മാത്രം. ഇത്തിരി പ്രസ് വെച്ചെടുക്കുമ്പോഴും കുറച്ച് കട്ടിക്ക് പരത്തിയെടുക്കാം. പറ്റാഞ്ഞതിന് കാരണം ഇതാണ് കേട്ടോ. തായി രാവിലെ കൗണ്ടർ ടോപ്പിൽ കയറിയിരുന്ന് ഉരട്ടി പരത്തി തരികയാണ്. എത്ര പറഞ്ഞിട്ടും കേൾക്കുന്നില്ല. കാരണം അവൻ പരത്തിക്കോളാം എന്നും പറഞ്ഞ് അത്യാവശ്യം നല്ല രീതിയിൽ പരത്തിയെടുക്കുന്നുണ്ട്. അപ്പം നൈസായി പോവാണ്. അവനോട് ഞാൻ 1-2 പ്രാവശ്യം പറഞ്ഞു ഒരുപാട് പ്രസ് ചെയ്യാതിരുന്നാൽ മതിയെന്ന്. അവനത് കേട്ടില്ല കേട്ടോ. അവനറിയത്തില്ല. എന്നെ കൊണ്ട് പരത്താനും സമ്മതിക്കാതെ കയറിയിരുന്നതാണ്ട് പരത്തിയൊക്കെ തരുവാണ്. അപ്പം പലപ്പോഴും പല വീഡിയോകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട്. എൻ്റെ കൂടെ കൗണ്ടർ ടോപ്പിൽ ഫത്താഹ് കാണും. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് വരാറില്ല കേട്ടോ. ഉറങ്ങിപ്പോകും. സ്കൂളിൽ പോകുന്ന സമയമൊക്കെ ആകുമ്പോൾ പാടുവിട്ട് വിളിച്ചുണർത്തിയെടുക്കുമായിരിക്കും. അതുകൊണ്ടെന്നാൽ അവൻ ചെയ്യുവാണെങ്കിൽ ചെയ്യട്ടെ എന്നോർത്തു. അങ്ങനെ താണ്ടി ഇവിടെ ഉരട്ടിയൊക്കെ ചുട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഉരട്ടിയൊക്കെ ചുട്ട് കഴിഞ്ഞപ്പോൾ പരവേശം കൂടി വന്നിട്ട് കാപ്പ് കുടിക്കാനായിട്ട് ആദ്യം വന്നിരിക്കുന്നത് അവനാണ് കേട്ടോ. ഉരട്ടിക്ക് പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട, നമുക്ക് ചൂടോടുകൂടി തന്നെ കഴിക്കാവുന്നതാണ്. എങ്കിലും ഇവിടെ ചിക്കൻ വറുത്തതുണ്ട് കേട്ടോ. ഇന്നലെ ചിക്കൻ വറുത്തതിൻ്റെ ബാക്കി ഇരുന്നതാണ്. അതുകൂടെ കൂട്ടിയാണ് ഉരട്ടി കഴിക്കുന്നത്. ഇവിടെ രാവിലത്തെ കാലാവസ്ഥ ഇതാണ്. ചാറ്റമഴ പെയ്തുകൊണ്ടിരിക്കുന്നു. ഒരുപാട് തുണികൾ അലക്കി വെളിയിലിട്ടിട്ടുണ്ട്. അത് പറക്കി ഇനി വിരിക്കാനുള്ളതായിരുന്നു. വെള്ളം തോരാൻ വേണ്ടി ഞാൻ ഇട്ടിരുന്നതാണ്. അങ്ങനെ 2-3 കാലാവസ്ഥയാണ് കേട്ടോ കാണിക്കുന്നത്. രാവിലെ വെയിലായിരുന്നു, അത് കഴിഞ്ഞാണ് ഈ ചാറ്റമഴ പെയ്തത്. അവിടെ കിടന്ന് കൂടുതലും നനയാതെ ഒരു ബക്കറ്റിലേക്ക് പറക്കി ഇനി ഷെഡിൽ കൊണ്ട് വിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിനിടയ്ക്ക് മഴയൊന്നും കാര്യമാക്കാതെ ഫത്താഹ് ഇതുവഴി സൈക്കിളിലോട്ട് ചാറ്റ മഴയേ ഉള്ളൂ, വലിയ മഴയില്ല. എങ്കിലും ഈ ചാറ്റമഴയത്ത് കിടന്ന് കഴിഞ്ഞാൽ യൂണിഫോമാണ് കൂടുതലും. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ തിരക്കൊക്കെ കൊണ്ട് ഒരുമിച്ചാണ് ഈ യൂണിഫോം 3 ജോഡി കഴുകിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി തിങ്കളാഴ്ച ക്ലാസ് ഇല്ലാത്തത് കൊണ്ട് കുഴപ്പമില്ലായിരിക്കും. ചൊവ്വാഴ്ചത്തേക്കൊക്കെ ആയിട്ട് ഉണങ്ങി കിട്ടുമായിരിക്കും. ഒരു 10 മിനിറ്റ് അങ്ങനെ ചാറ്റമഴ പെയ്തിട്ട് ആ മഴ അങ്ങ് മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും എന്താണ്ട് കഴിഞ്ഞ ഇടയ്ക്ക് നമ്മൾ നട്ടുകൊടുത്ത ഇഞ്ചി ഇത്രത്തോളം ആയിട്ടുണ്ട്. അതിന് മണ്ണ് കൂട്ടിയൊക്കെ കൊടുക്കണം. അതുകൂടാതെ കുറച്ച് പയർ ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചില്ലേ വീഡിയോയിൽ, ബീൻസ് പയറും പിന്നെ വള്ളിപ്പയറും കുറ്റി ബീൻസിൻ്റെ പയറുമാണ് കേട്ടോ. അങ്ങനെ വേണ്ട പയറിട്ട് കൊടുക്കാനായിട്ട് ഞാനിവിടെ ഒന്ന് റെഡിയാക്കി എടുത്തേക്കുന്നതാണ് കേട്ടോ. കിളച്ചൊന്ന് ചെറിയ രീതിയിൽ. അപ്പോൾ ഒരു പയറൊക്കെ ഇവിടെ കയറി വരുന്നുണ്ട്.
ഇതൊരു മുള്ളാത്തിയാണ്. മുള്ളാത്തിയുടെ തൈ കൊണ്ട് നട്ട് വെച്ചാണ് കേട്ടോ ഇത്രയും വളർന്നിട്ടുണ്ട്. അപ്പോൾ ആ സൈഡിൽ കൂടെ ഒരു പയറിട്ട് കൊടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ വേണ്ട അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കിളച്ചെടുത്തു കേട്ടോ. കാരണം മഴ കാരണം കാടാണ്. അവിടെ ഒരു ഇഞ്ചിയൊക്കെ നട്ട് പിടിപ്പിച്ചേക്കുന്നതാണ് കേട്ടോ. ഈ അടുക്കളയുടെ തൊട്ട് മുറ്റമാണ് കേട്ടോ. ചീരയൊക്കെ മുറിച്ച് കളയാനുള്ളതാണ്. പൂത്ത് പോയി. ഇനി ഇത് മുറിച്ച് കളയുമ്പോൾ പൊട്ടിക്കിളുത്ത് വന്നോളും. അപ്പോൾ ഇവിടെ ഒന്നും ശരിയാക്കാൻ എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. കാരണം കാട് ഏതാ പച്ചക്കറി ഏതാണെന്ന് അറിയത്തില്ലാത്ത അവസ്ഥയിലാണ്. ഉരുളക്കിഴങ്ങും മത്തയും പുല്ലും കുട്ടിത്തക്കാളി എല്ലാം കൂടെ കിടക്കുന്നതാണ്. ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇഞ്ചിക്ക് മണ്ണിട്ട് കൊടുക്കണം. മണ്ണിട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ 2-3-4 പയറിട്ട് കൊടുക്കാമെന്ന് ഓർത്താണ്. എന്നാൽ അതൊന്ന് റെഡിയാക്കി ഇടുക. ഏലത്തിൻ്റെ അരി വീണ് കിളുത്ത് 2 ഏലങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് വേണം തടവെടുത്ത് പോകാനായിട്ട്, അതിൻ്റെ വേരുകൾ അരിഞ്ഞ് വരാതെ. അതുകൊണ്ട് ഇഞ്ചിക്ക് ഞാൻ കുറേ മണ്ണൊക്കെ എടുത്തിട്ടു. ഇവിടെ അനക്കാൻ പറ്റത്തില്ല കേട്ടോ. പാവൽ 2 സൈഡിൽ നിന്നും വന്നേക്കുവാണ്. അപ്പോൾ ഇത് കയറ്റി വിടാനും ഒരു നിവൃത്തിയില്ല. അതുകൊണ്ട് അവിടെ അങ്ങനെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഇവിടെ ഞാൻ വിറക് പെരയിലെ കുറച്ച് പൊടി ഉണ്ടായിരുന്നു കേട്ടോ. കരിയിലയും പൊടി എല്ലാം കൂടെ കിടന്നത്. അതാണ് മണ്ടയിലിട്ടേക്കുന്നത്. അതൊരു വളവല്ലേ. അതിൻ്റെ ഇടയിൽ കുറച്ച് ചാണകപ്പൊടിയൊക്കെ കൂടി മിക്സ് ചെയ്താണ് കിടന്നത്. അതുകൊണ്ട് അങ്ങ് ഇട്ട് കൊടുത്തേക്കുന്നതാണ്. അത് കഴിഞ്ഞ് ഞാൻ ചെറിയൊരു തടമെടുത്ത് പൂർത്തിയാക്കി കേട്ടോ. അതാണ് ചെറുതല്ല, ഒരു വലുതാണ്. നീളത്തിലൊരു തടം അങ്ങ് എടുത്തു. കുറ്റി ബീൻസ് നട്ട് കൊടുക്കാമെന്ന് ഓർത്തെടുത്തതാണ്. ചെത്തിയ കാട് ഞാൻ അടിയിൽ വെച്ച് മൂടാൻ നോക്കിയതാണ്. പക്ഷേ ഇടയ്ക്ക് പൊങ്ങി നിൽപ്പുണ്ട് കേട്ടോ. എനിക്ക് അത്രയും ക്ലിയറായിട്ട് തടവെടുത്ത് പോകാനായിട്ട് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഒരു തടമൊക്കെ എടുത്തു. സാധാരണ ഇങ്ങനെയാണ് ഞാനിങ്ങനെ എടുത്താണ് പച്ചക്കറി നടുന്നത്. അപ്പോൾ കുറച്ചുകൂടെ ക്ലിയറായിട്ട് കിട്ടും. പക്ഷേ ഒരുപാട് ചപ്പായിരുന്നു കേട്ടോ. അത് മൂടാനായിട്ട് യാതൊരു നിവൃത്തിയില്ലാതെ വന്നു. എന്നിട്ടും ചപ്പ് ഇവിടെ മാറ്റി വെച്ചേക്കുവാണ് കുറച്ച് ചെത്തിയത്. ഇനി അത് കൊണ്ട് കളയണം, അല്ലാതെ അവിടെ കിടന്ന് കിളുക്കും. ഇനിയും കുറച്ചുകൂടെയൊക്കെ ഈ ഭാഗം തന്നെ വൃത്തിയാക്കാനുണ്ട്. അപ്പം വിത്ത് മേടിച്ച് കിട്ടിയത് കൊണ്ട്, അല്ലെങ്കിൽ എനിക്ക് വിത്തമ്മച്ചി എനിക്ക് തന്നതാണ്. മേടിച്ചല്ല, അമ്മച്ചി മേടിച്ചിട്ട് അതെനിക്ക് തന്ന. അപ്പോൾ അത്രയും പെട്ടെന്ന് നടാമെന്ന് കരുതിയിട്ട് തടമൊക്കെ എടുത്തിട്ടുണ്ട്. എന്നാൽ ഇനി നമുക്ക് നട്ടും എടുത്തേക്കാം. വള്ളി ബീൻസും ഉണ്ട്, കുറ്റി ബീൻസും ഉണ്ട്. ഞാൻ എന്താണെങ്കിലും ഈ തടത്തേക്കൂടെ ഇടുന്നത് കുറ്റി ബീൻസാണ്. വള്ളി ബീൻസ് ഞാൻ കമ്പ് കുത്തി കയറ്റേണ്ടതുകൊണ്ട് അപ്പുറ സൈഡിൽ എവിടെയെങ്കിലും ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് കേട്ടോ. ഒന്ന് നട്ടിട്ട് വരാം. വള്ളി ബീൻസും കുറ്റി ബീൻസും കൂടെ അത് ഒന്നാക്കി കളഞ്ഞു. അപ്പോഴത്തേന് എനിക്കറിയാം രണ്ടും ഏതാണെന്ന്, കുറ്റി ഏതാ വള്ളി ഏതാണെന്ന് എനിക്ക് കണ്ടാൽ അറിയാം. കളറ് കൊണ്ട് എനിക്ക് തിരിച്ചറിയാം. അതുകൊണ്ടാണ് ഞാനിവിടെ തടത്തേല കുറ്റി ബീൻസാണ് ആദ്യം ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കുറ്റി ബീൻസ് ഇട്ട് കഴിഞ്ഞ് ഇടയുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് മാത്രം ഞാൻ വള്ളി ബീൻസും കൂടെ അങ്ങേ സൈഡിലിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാനിങ്ങനെ വിത്തിട്ട് മൂടി പോകാൻ നോക്കി. അപ്പോഴേക്കും നട്ട സ്ഥലം ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റാതെ വന്നുകൊണ്ട് പിന്നെ ഞാൻ അങ്ങോട്ട് വിത്തിട്ടിട്ടങ്ങ് പോയി കേട്ടോ. എന്നിട്ട് ഏറ്റവും അവസാനമാണ് വന്ന് മൂടിക്കൊടുത്തത്. ഓരോന്ന് വേണേലും ഇട്ട് പോകാം. ഞാൻ ഇട്ടപ്പം ഒരു കുഴിയിൽ 2-3 എണ്ണമൊക്കെ വെച്ചിട്ട് കേട്ടോ. കാരണം ഒരെണ്ണം ഇട്ടാലും 3 എണ്ണം ഇട്ടാലും ഒരുപോലെ തന്നെ ഉള്ളൂ. അപ്പം 3 എണ്ണം ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുമിച്ച് ഒന്നും കാ പിടിക്കില്ല. ചിലപ്പം ഈ മഴയൊക്കെ ആയതുകൊണ്ട് കിട്ടുമോയെന്നറിയില്ല. മണ്ണ് തുപ്പിയൊക്കെ പോകാൻ ചാൻസ് അപ്പോൾ ഉണ്ട്. അപ്പോൾ ഒരെണ്ണമെങ്കിലും കിട്ടുവാണെങ്കിൽ കിട്ടുന്നിട്ടെന്ന് ഓർത്താണ് കേട്ടോ 3 എണ്ണം ഇട്ട് കൊടുത്തത്. ഞാൻ എപ്പോൾ ബീൻസൊക്കെ നട്ടാലും ഇങ്ങനെ തന്നെയാണ് നടുന്നത്. ഒന്നായിട്ട് ഇടാറില്ല, 2 അല്ലെങ്കിൽ 3 ആയിട്ട് ഇട്ട് കൊടുക്കും. കണ്ടതാണ്ട് ഇങ്ങനെ തടത്തിൽ മുഴുവനായിട്ട് തീരുന്നിടം വരെ ഇട്ട് കേട്ടോ. കുറ്റി ബീൻസ് അധികം ഇല്ലായിരുന്നു, വള്ളി ബീൻസാണ് നമുക്ക് കൂടുതലിരുന്നത്. അപ്പോൾ ഇനി ഇതൊന്ന് മൂടി വിട്ടാൽ മതി. അപ്പോൾ എളുപ്പമല്ലേ എവിടെ ഇട്ടതെന്നും കറക്റ്റ് അറിയാം. ഇത് മൂടിക്കൊണ്ടിരുന്നപ്പോഴത്തേനും എനിക്ക് ഇട്ടത് ഇടാനുള്ളത് എവിടെയാണെന്ന് അറിയാൻ മേലാതായിപ്പോവും. അതുകൊണ്ട് തന്നെയാണ് ഞാനിങ്ങനെ ചെയ്തത്. കഴിഞ്ഞ പ്രാവശ്യം മഴയ്ക്ക് മുമ്പ് കുറേ പച്ചക്കറികൾ ഇങ്ങനെ ഇട്ടിരുന്നു കേട്ടോ. അത് നമുക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ വിത്തൊക്കെയായിരുന്നു. പക്ഷെ അതൊന്നും കിളുത്ത് വന്നിട്ടില്ല. കാരണം കിളുത്ത് വന്നിട്ടതും കൂടി ചീരയൊക്കെ കിളുത്ത് വന്നിരുന്നു. അതൊക്കെ മഴ കാരണം മണ്ണ് തുപ്പിപ്പോയി. തടത്തേല കുറ്റി ബീൻസ് ഇട്ട് കൊടുത്ത ശേഷം വള്ളി ബീൻസാണ് കേട്ടോ ഞാൻ ഈ ഫ്രണ്ടിൽ നട്ടേക്കുന്ന ഇഞ്ചിയുടെ അകത്തുകൂടി ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം തക്കാളി നിന്ന സ്ഥലമൊക്കെയാണ്. നമുക്ക് കമ്പ് കുത്തി കൊടുക്കാമെന്നുള്ളതേ ഉള്ളൂ. നമ്മൾ അടുക്കളയുടെ നേരെ ഫ്രണ്ട് വശത്തായിട്ടാണ് ഈ ഇഞ്ചി നട്ടേക്കുന്നതെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഇഞ്ചി നട്ടതും ഇഞ്ചി പൊടിച്ച് വന്നതൊക്കെ ഞാൻ കാണിച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ എളുപ്പമായിരിക്കും. അടുക്കളയുടെ ഫ്രണ്ട് ആയതുകൊണ്ട് നമുക്ക് ഇച്ചിരി വെള്ളമൊക്കെ ഒന്ന് മഴ പെയ്തില്ലെങ്കിലും തെളിച്ച് കൊടുക്കാനൊക്കെ ആയിട്ട്. ഇവിടെ പയറൊക്കെ നട്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ നല്ലൊരു മഴ പെയ്തു. അത്യാവശ്യം ചാറ്റമഴ എന്നല്ല പറയേണ്ട, അത്യാവശ്യം നല്ലൊരു മഴ പെയ്തു. അതുകൊണ്ട് തന്നെ നടയിലൊക്കെ നിർത്തി കയറിപ്പോയിരുന്നു. കുറച്ച് കാടും പള്ളയൊക്കെ പറിക്കാനുണ്ട് മുറ്റത്തൂടെ ഒക്കെ നിൽക്കുന്നത്. അങ്ങനെ പറിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ ഈ മഴ പെയ്തെന്ന് വേണേൽ പറയാം. ഇതാ കണ്ടോ ഇവിടെ. അപ്പം കുറച്ച് അടുക്കളയിൽ ഉച്ചക്കത്തേക്കുള്ളത് ആക്കാനുണ്ടായിരുന്നു. ആ മഴ പെയ്ത സമയം കൊണ്ട് ഒരു 3-4 കഷ്ണം ചിക്കനും കൂടി ബാക്കി വറക്കാനിരിപ്പുണ്ടായിരുന്നു കേട്ടോ. അതേ ഉള്ളൂ. അപ്പം ആ ചിക്കനും ഒന്ന് വറുത്തെടുത്തു. ഇതിൻ്റെ കൂടെ കുറച്ച് പാവയ്ക്ക ഉണക്കാനായിട്ട് ഒരു 5-6 ദിവസത്തിന് മുമ്പെന്ന് തന്നെ പറയാം
നമ്മൾ ചന്തയിൽ നിന്ന് തോരൻ വെക്കാനായിട്ട് വാങ്ങിച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ തോരൻ വെക്കാൻ പറ്റാതെ പോയി, ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേന് ഞാൻ പെട്ടെന്ന് അതെടുത്തൊന്ന് വാട്ടി ഉണക്കാനായിട്ട് റെഡിയാക്കിയിരുന്നു. പക്ഷെ ഉണക്കാനായിട്ട് വെയിലില്ലാത്തത് കൊണ്ട് തന്നെ അടുപ്പിൻ്റെ പാചകത്തിലൊക്കെ വെച്ചാണ് ഒന്ന് വാട്ടിയെടുത്തേക്കുന്നത്. നന്നായിട്ട് ഉണങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ചിക്കൻ വറുത്ത ബാക്കി എണ്ണയിലേക്ക് ഇട്ടൊന്ന് ചെറുതായിട്ട് വറുത്തെടുക്കാനായിട്ടാണ് കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു. നല്ലതുപോലെ ഉണങ്ങണമെന്നൊന്നുമില്ല കേട്ടോ. എല്ലാം കഴിഞ്ഞപ്പോഴത്തേന് ചോറിനാനുള്ള സമയമായിരുന്നു. ചമ്മന്തി, ചിക്കൻ വറുത്തത്, പാവയ്ക്ക ഇതൊക്കെ കൂട്ടിയാണ് ഉണ്ണാനായിട്ടിരുന്നത്. അതുകൊണ്ട് ഫത്താഹാണ് കേട്ടോ ഇവിടെ ചോറുണ്ണാനായിട്ട് ആദ്യം വന്നിരിക്കുന്നത്. ഫത്താഹിൻ്റെ കൂടെ തന്നെ കഴിക്കാൻ ഞങ്ങളും ഇരുന്നു. ഞങ്ങൾക്ക് ഒരു നാരങ്ങാച്ചാറ് കൂടിയുണ്ട് കേട്ടോ. അവന് പാവയ്ക്ക ഒന്നും വേണ്ട, അവനറിഞ്ഞില്ല പാവയ്ക്ക ഉള്ള കാര്യം. തിരിച്ചെൻ്റെ പാത്രത്തിൽ കൊണ്ട് വെച്ചിരുന്നു. പിന്നെയും ചോറൂണൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ഫ്രണ്ട് മുറ്റത്തിൻ്റെ ഭാഗമാണ് കേട്ടോ. അവിടെ ഒന്ന് റെഡിയാക്കാനായിട്ട് പോയി. ഇത് ഞാൻ കറിക്ക് വാങ്ങിക്കുന്ന ഇഞ്ചിയുടെ ബാക്കി കൊണ്ട് ഇങ്ങനെ ചുമ്മാ കുത്തി കുത്തി വെക്കുന്നതായിരുന്നു. 3-4 വർഷമായി കേട്ടോ. വീട് പണി കഴിഞ്ഞപ്പോൾ തൊട്ട് ഒരു ഇഞ്ചി കഷ്ണം വെച്ച് കൊടുത്തതാണ്. എല്ലാ വർഷവും അവിടെ ഇഷ്ടം പോലെ ഇഞ്ചിയായിട്ട് എനിക്ക് കിട്ടാറുണ്ട് കേട്ടോ. ഈ വർഷം എന്താണ്ട് അത് പൊടിച്ച് വന്നിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇത് മുഴുവനും ഞാൻ കിളച്ചെടുത്താണ് കേട്ടോ. ഇനി ഫ്രണ്ടിൽ ഇഞ്ചി വേണ്ട എന്നും പറഞ്ഞ്, പക്ഷെ അതിൻ്റെ കുറച്ച് അംശമൊക്കെ കിടന്നവിടെ പൊട്ടിക്കിളിച്ചിട്ടുണ്ട്. അതാണ്ട് കാടൊക്കെ പറിച്ച് നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അവിടെയും ഞാൻ പയറിട്ട് കൊടുക്കുമായിരുന്നു. രാവിലെ മഴയും വെയിലും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് വിട്ട് വന്ന കാലാവസ്ഥയാണ് കേട്ടോ. നല്ല വെയിലെന്ന് പറയാം. നല്ല സൂപ്പർ വെയിലായിരുന്നു കേട്ടോ. ഒരു 1:30-2 മണി ആ ഒരു സമയമാണിത്. അപ്പോൾ കുറച്ച് കോവയ്ക്കൊക്കെ പറിക്കാനുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കുറച്ച് നാൾക്ക് മുമ്പ് കോവലിന് പന്തലിടുന്നതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിരുന്നു. ആ പന്തലിലേക്ക് ഇത് കോവലൊക്കെ കയറി നല്ലപോലെ കോവയ്ക്കൊക്കെ ഉണ്ടാകുന്നുണ്ട് കേട്ടോ. ഒരുപാട് പടർന്നിട്ടില്ല, കോവൽ പടർന്ന് വരുന്നതേ ഉള്ളൂ. ഇതിൻ്റെ കൂടെ പിന്നെ ഞാൻ കോവലൊക്കെ നട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 5-6 പയറും ഒക്കെ പറിച്ചെടുക്കാനായിട്ടുണ്ടായിരുന്നു. കോവയ്ക്കാണെങ്കിൽ പല പ്രാവശ്യമായിട്ട് പറിച്ച് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഈ പ്രാവശ്യം കൂടെ പറിച്ച് കഴിയുമ്പോൾ നാളെ ഒരു തോരനോ മെഴുക്കുവരട്ടിയോ എന്തെങ്കിലും ഉണ്ടാക്കാനായിട്ട് തികയും കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള പയറും കൂടിയുണ്ട്. പയർ ഞാൻ പറഞ്ഞില്ലേ പറിക്കാതെ കിടന്നുണങ്ങി പോകുമായിരുന്നു. അതുകൊണ്ട് തന്നെ അത്യാവശ്യം വിളയുന്നതിന് മുമ്പ് തന്നെ പറിച്ചെടുക്കണം, എന്നാലേ തോരൻ വെക്കാനോ അല്ല ചിലപ്പോൾ ഞാൻ ഈ കോവയ്ക്കയുടെ കൂടെ തന്നെ ഇട്ട് കൊടുക്കും കേട്ടോ. കോവയ്ക്കയും പയറും ഒരു ക്യാരറ്റും കൂടെ ഒക്കെ കൊത്തിയരിഞ്ഞാൽ ഒരു തോരനാകും. അപ്പം നമുക്ക് വിഷമില്ലാതെ കിട്ടുന്ന പച്ചക്കറിയെല്ലാം നല്ല ടേസ്റ്റുമായിരിക്കും. കണ്ടോ, പയർ നന്നായിട്ട് പടർന്ന് വരുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് പൂക്കുന്നുമുണ്ട്. കുറച്ചുകൂടെ ഒക്കെ കഴിയുമ്പോൾ നല്ലതുപോലെ പയറാകും. ഈ പച്ചപ്പുള്ളിയുള്ള പയറാണിത്. ഇതിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു ചെറിയ ഒരു മൂട് മതി കേട്ടോ, ആവശ്യത്തിന് പയറുണ്ടാവും. ഇന്ന് പച്ചക്കറിയുടെയൊക്കെ പരിപാടി ആയതുകൊണ്ട് ഏലത്തിൽ അധികമൊന്നും ഇറങ്ങി നോക്കിയില്ല കേട്ടോ. ഏലത്തിലെ കാട് കുറച്ചുകൂടെ പറിക്കാനായിട്ടുണ്ട്. എങ്കിലും ഞാൻ ഏലം ഒന്ന് നിരീക്ഷിച്ച സമയത്ത് ഒരു മാസം മുന്നേ തൊട്ടേ എനിക്ക് ഒരു പ്രത്യേകത തോന്നിയിരുന്നു കേട്ടോ. അപ്പോൾ 2 ആഴ്ചയായിട്ട് ഏലത്തിന് എന്തോ ഒരു രോഗം എൻ്റെ കണ്ണിൽ പെട്ടിരുന്നു. അപ്പോൾ എനിക്കത് ഏലത്തിൻ്റെ ഒരു രോഗാവസ്ഥയെന്ന് മനസ്സിലായില്ലെന്ന് തന്നെ പറയാം. അതുകൊണ്ട് ഇങ്ങനെ ഈ പുള്ളി പോലെ മഞ്ഞ കളറിൽ ഇല വന്നേക്കുന്നത് കണ്ടോ. ഇത് ഏലത്തിൻ്റെ ഒരു രോഗമായിരുന്നു. അത് മനസ്സിലായത് ഇന്നാണ് കേട്ടോ. എനിക്കത് കറക്റ്റായിട്ട് ഈ ഏലത്തിന് അത് പകരുന്നു എന്ന് മനസ്സിലായത്. കാരണം ഇന്ന് ഞാൻ വ്യത്യസ്തമായിട്ടുള്ള ഏലങ്ങളിൽ കണ്ടോ ഇതൊക്കെ ആദ്യം കണ്ടോ. എനിക്കൊരു രസം തോന്നി കേട്ടോ. ഇലപ്പുള്ളി രോഗം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കുഞ്ഞി ഏലത്തിന് കഴിഞ്ഞ ദിവസമൊന്നും ഇല്ലായിരുന്നു. അപ്പം ഇത് വന്നിട്ട് ഒരു 3-4 ദിവസമായിട്ടാണ് ഇതിനെ കാണുന്നത്. അങ്ങനെയാണ് ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ഇത് രോഗമായിരിക്കുമോ എന്ന്. അങ്ങനെ ഞാൻ ഫോട്ടോ എടുത്ത് ഏലത്തെക്കുറിച്ച് പറഞ്ഞു തരുന്നവരോടൊക്കെ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഇതൊരു രോഗമാണ്, മരുന്ന് ചെയ്യണമെന്ന്. അങ്ങനെ ഇതിനുള്ള മരുന്നൊക്കെ വാങ്ങിക്കാനായിട്ട് ഉച്ച കഴിഞ്ഞ് ഞാൻ ഇറങ്ങിപ്പോയി കേട്ടോ. എത്രയും പെട്ടെന്ന് തന്നെ മരുന്ന് ചെയ്യണം, അല്ലെങ്കിൽ ബാക്കി ഏലത്തിനും കൂടെ പകരും. കണ്ടോ, ഇതാണ് ഞാൻ ആദ്യം കണ്ടത്. 2 കുത്തായിട്ട് ഇങ്ങനെ വരും ഏലത്തിൽ. അങ്ങനെ ശ്രദ്ധിച്ചു തുടങ്ങിയിരുന്നു. എന്നും ഏലം നിരീക്ഷിക്കുന്നതിൻ്റെ പ്രത്യേകതയാണ്. ഏലത്തിന് വരുന്ന മാറ്റങ്ങൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും. പക്ഷേ ഈ പുള്ളി കണ്ടപ്പോൾ ഒരു രസമാണ് കേട്ടോ എനിക്ക് തോന്നിയത്, ഒരു ഭംഗിയായിട്ടാണ് തോന്നിയത്. പക്ഷേ എനിക്കറിയില്ലായിരുന്നു ഇതൊരു രോഗമാണ്. ഇത് കൂടിക്കൂടി വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇതെന്തോ ഏലത്തെ പിടിച്ചിരിക്കുന്ന ഒരു രോഗമാണെന്ന്. അങ്ങനെ ഞാൻ മരുന്ന് കടയിൽ പോയി മരുന്നൊക്കെ വാങ്ങിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത ദിവസമൊക്കെ ആയിട്ട് താമസിക്കാതെ തന്നെ ഇട്ട് കൊടുക്കേണ്ട ഒരു മരുന്നാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം അതൊക്കെ ഇനി വരും വീഡിയോകളിൽ കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. പുതുതായിട്ടെത്തിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇതിൽ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ബൈ.